ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ 2 ആണ്. എല്ലാവരും ഡേ 1 പ്രാക്ടീസ് ചെയ്തു എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും വിലയിരുത്തുക. അതായത് സ്വയത്തിന് ആദ്യം കണ്ട വീഡിയോയില് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഡേ 1 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക എന്നുള്ളതാണ്. മോർണിംഗിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതായത് നമുക്കുള്ള ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്യാന് 10ൽ കൂടുതലാവാം, 10ൽ കുറയരുത്. കാരണം 10ൽ കുറയുക എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ മൊമെന്റിലല്ല എന്നുള്ളതാ, നിങ്ങൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മളെ ശ്വസനം മുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ബോഡിയിലുള്ള ഓരോ അവയവത്തിനും നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 10 നിർത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ഡേ 1 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞവരാണ് ഡേ 2 പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ഡേ 1 ചെയ്ത് കഴിഞ്ഞിട്ട് ഡേ 1 കണ്ടിന്യൂസ് ആയി ചെയ്യാൻ ശ്രമിക്കുക. ഡേ 1 ഇത് ഡേ 2 വീഡിയോ ആണ്. അപ്പോ നിങ്ങൾക്ക് ഡേ 1 ക്ലിയർ ആയി അത് ചെയ്ത് ഒരുപാട് ആളുകൾ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഓരോ റിസൾട്ടുകളും നമ്മൾക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഫ്യൂവലും കൂടിയാണ്. അപ്പോൾ ഡേ 2 പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓദർ പറഞ്ഞിട്ടുള്ളത്, മാജിക് ബുക്ക് എന്ന അതിലെ ഓദർ പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റോക്കിനെ കുറിച്ചാണ്. ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കല്ല് നമ്മൾ എടുത്തു വെക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് നല്ല, അതായത് പ്യുവർ ആയിട്ടുള്ള, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്ന തരത്തിലുള്ള വൃത്തിയില്ലാത്ത കല്ലൊന്നുമല്ല, നമ്മൾ തുടച്ച് വൃത്തിയാക്കി നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു കല്ല് കയ്യിൽ വെക്കുക എന്നുള്ള ദ മാജിക് എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതിൽ പറയുന്ന രണ്ടാമത്തെ ഡേ 2 പ്രാക്ടീസ് ആണ് മാജിക് റോക്ക് എന്നുള്ളത്. ഈ മാജിക് റോക്ക് എന്ന് പറയുന്നത്, ഈ റോക്ക് യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത്. ഞാൻ മോർണിംഗത്തെ കാര്യം പറഞ്ഞു, 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം, അതിൽ കൂടുതൽ എഴുതാം, കുറയരുത് എന്നുള്ളത്. ഇനി ഒരു ഡേയിലെ നൈറ്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ റോക്ക്, അതായത് മാജിക്കൽ റോക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ റോക്കിനെ നമ്മൾ ഫീൽ ചെയ്തിട്ട്, ഇപ്പൊ ഒരു ഡേ കഴിയുമ്പോ എങ്ങനെയായിരിക്കും ആ ഡേയിലുള്ള നല്ല വശം, ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഡേയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാവും, നന്ദി പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ആ ഡേയിൽ. അപ്പോൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ മാജിക്കൽ റോക്ക് കയ്യിലെടുത്തിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക അന്നത്തെ ഡേയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഓരോന്നും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതായത് രാവിലെ എഴുന്നേറ്റു, നല്ല ഫുഡ് കഴിക്കാൻ പറ്റി, അതായത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ഫീൽ ചെയ്ത്, അങ്ങനെ ഓരോരോ ഉണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ, നമ്മൾ എക്സാം എഴുതി, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടന്നു, ഇന്ന വ്യക്തിയെ കണ്ടുമുട്ടി, അങ്ങനെ ആ ഡേയിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മാജിക് റോക്ക് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാല്, ഈ മാജിക് റോക്ക് ഉപയോഗിച്ചിട്ട് ആ ബുക്കിൽ പറയുന്നുണ്ട് ഓദർ, മാജിക് റോക്ക് ഉപയോഗിച്ച് രോഗം വരെ മാറിയിട്ടുള്ള ആൾ. കാരണം നമ്മൾ അതിൽ വിശ്വാസം അർപ്പിക്കുക ചെയ്യുന്നത്. ആ മാജിക്കൽ റോക്ക്, അതായത് നമ്മളെ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കാണുന്ന നല്ല വൃത്തിയുള്ള ഒരു കല്ല് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കല്ല് കളക്ട് ചെയ്തിട്ട് നൈറ്റ് കിടന്നുറങ്ങുന്നതിന് മുന്നേ ആ ഒരു കല്ല് എടുത്തിട്ട് ആ ഡേയിൽ നടന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഫീൽ ചെയ്യുക. അതിൽ ഫീൽ ചെയ്തിട്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റു, പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്തു, പിന്നെ ഫുഡ് കഴിച്ചു, പിന്നെ ഇന്ന ആളെ മീറ്റ് ചെയ്തു, വർക്കൊക്കെ നന്നായിട്ട് ചെയ്തു, പിന്നെ ആ ഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ കളക്ട് ചെയ്ത് വരുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങൾ, അതായത് നമ്മൾ ആ ഡേയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും റീകളക്ട് ചെയ്യുമ്പോൾ ശരിക്കും പറയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലിംഗ് വരും. അങ്ങനെ എല്ലാം ആലോചിച്ച് ഫീൽ ചെയ്തിട്ട് നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ എടുത്ത് വിഷ്വലൈസ് ചെയ്യാം. അതായത് അതിൽ ആ ഡേയിൽ നടന്നിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും, അന്ന് നടന്നിട്ടുള്ള ആ ഒരു കാര്യം എടുത്തിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാ. പിന്നെ ഈ മാജിക്കൽ റോക്ക് എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ ബെഡിന്റെ അടുത്ത് തന്നെ വെക്കുക. ആ, കുട്ടികളൊക്കെ എടുത്ത് വെക്കുമ്പോൾ അത് അവിടെ എടുത്ത് കളയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മാജിക്കൽ റോക്ക് ഉപയോഗിച്ച് ഒരുപാട് മാജിക്കൽ ഷിഫ്റ്റ് കൊണ്ടുവരുത്തും. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഉപയോഗിക്കും തോറും നമുക്ക് ആ മാജിക്കൽ റോക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് ഒരു എലമെന്റ് എന്നാ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ആ ഒരു മാജിക്കൽ റോക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനെ കാണുമ്പോൾ തന്നെ, അതിനെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ഈ എനർജിയാണ് നമ്മൾ ആ മാജിക്കൽ സ്റ്റോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ
നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡേ അവസാനിക്കുമ്പോൾ എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമുക്ക് ആ ഡേയിലുള്ള അതായത് നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നമ്മളൊരു ലോ വൈബ്രേഷനിലാണ് നിൽക്കുന്നതെങ്കിലും ഹൈ വൈബ്രേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസും അതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ഡേ വണ്ണത്തെയും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവറൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ഡേ വണ്ണത്തെ പ്രാക്ടീസും ഡേ ടൂലെ പ്രാക്ടീസും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേ ത്രീയിലെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങുക. അതെന്താന്ന് വെച്ചാല് 3 ഫോട്ടോസ്. ഇനി നാളെ ആയിരിക്കും നമ്മൾ ഡേ ത്രീയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞു തരിക. അപ്പൊ ഡേ ത്രീയിലെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അത് റെഡിയാക്കി വെക്കാനാണ് ഞാനിപ്പോ പറയുന്നത്. ഡേ ത്രീയില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവേണ്ട 3 വ്യക്തികൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ആളുകൾ ഉണ്ടാവില്ലേ, ഈ 3 ആളുകളുടെയും പിക്ചർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ ഞാൻ ഡേ ത്രീയില് അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേ ടു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡേ ത്രീയില് ഒരു 3 ഫോട്ടോസ്, പ്രിയപ്പെട്ട ആളുകളുടെ അതായത് 3 വ്യക്തികളുടെ ഡിഫറെന്റ് ഫോട്ടോസ് എടുത്ത് കളക്ട് ചെയ്ത് വെക്കുക. അത് ഡേ ത്രീയിലേക്ക് നമ്മൾ ഒരുങ്ങി വെക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഡേ ടൂല് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി. അത് ക്ലിയർ ചെയ്ത് തരും. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഡേ ടു നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഡേ ടു കംപ്ലീറ്റഡ് എന്നുള്ളത് കേട്ടോ. അപ്പൊ എനിക്കറിയാൻ പറ്റും ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ട് ആരൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് എന്നുള്ളതും അവർക്ക് കൂടുതൽ ഗൈഡൻസ് കൊടുക്കാനും നമ്മൾ പ്രാപ്തമാകും എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഈ മാജിക്കൽ റോക്ക് ഉപയോഗിച്ച് ഓദറുടെ അതായത് റോഡോബാവിന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റിയിട്ടുണ്ട്. അതായത് ലൈഫിൽ ശാന്തിയും സമാധിയും കടന്നു വന്നു, അതുപോലെ ഡെപ്റ്റ് ഫ്രീ ആയി, റിലേഷൻഷിപ്പ് വളരെ ഫ്ലറിഷ് ആയി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നമുക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. അതിനുള്ളൊരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾ ഈ 28 ഡേയ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മളെ കൂടെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേ വണ്ണിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോർണിംഗിൽ 10 ഗ്രാറ്റിറ്റ്യൂഡ്, അതിൽ കൂടുതൽ എഴുതാം, കുറയരുത്. ഡേ ടൂല് നമ്മൾ മാജിക്കൽ റോക്ക് ഫീൽ ചെയ്തിട്ട് നൈറ്റ് കിടന്നുറങ്ങുന്നതിന് മുമ്പേ ആ ഡേയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള്, നമ്മൾ സന്തോഷിപ്പിച്ചിട്ട കാര്യങ്ങളൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുക, റീകളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ എന്താ അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോരോ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുമല്ലോ, അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഫീൽ ചെയ്യുക. എന്നിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയാം. ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തെടുക്കുമ്പോഴും അതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആ മാജിക്കൽ റോക്ക് നമ്മൾ കിടന്നുറങ്ങണ സ്ഥലത്ത് തന്നെ, അതായത് തലയണന്റെ തൊട്ടടുത്ത് തന്നെ വെക്കുകയും ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടാവും, ഒരു ഡേ എൻഡ് ചെയ്യുമ്പോൾ ഗ്രേറ്റ്ഫുൾ ആവും എന്നുള്ളതാണ്. നമ്മളെ ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മളെ വൈബ്രേഷൻ ഷിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഇതിന് റിസൾട്ട് ഉണ്ടായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കമന്റിൽ നിങ്ങളെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് ഷിഫ്റ്റ് തോന്നുന്നത് കറക്റ്റ് പറയുന്ന പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓ, താങ്ക് യു സോ മച്ച്.